നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ കടകൾക്ക് മുന്നിലും വീട്ടുവരാന്തയിലും രക്തം തളം കെട്ടിക്കിടക്കുന്ന നിലയിൽ കണ്ടത് ഭീതി പരത്തി. രാവിലെയാണ് അസ്വാഭാവികമായ രീതിയിൽ ഇത്തരമൊരു കാഴ്ച കണ്ടത്. പൂർവ്വ വിദ്യാർത്ഥികൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുറ്റത്ത് വീണ്ടും എത്തി. ഒരു വട്ടം കൂടി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടന്ന 10ാം വാർഷിക സംഗമം ശ്രദ്ധേയമായി. വീടിന്റെ മേൽക്കൂര തകർന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് വയോധിക. പതിയടുക്ക പഞ്ചായത്തിലെ കരിമ്പിലയിലാണ് സംഭവം. പരിവാർ വണ്ടർ സംഘം കാസർഗോഡ് സോണിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആട്ടിക്കൂട്ട പരിപാടി ശ്രദ്ധേയമായി. നിരവധി പേർ പങ്കെടുത്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാണിയാട്ട് വില്ലേജ് സമ്മേളനം നടന്നു. സംസ്ഥാന സമിതി അംഗം AP ഉഷ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ കടകൾക്ക് മുന്നിലും വീട്ടുവരാന്തയിലും രക്തം തളം കെട്ടിക്കിടക്കുന്ന നിലയിൽ കണ്ടത് ഭീതി പരത്തി. രാവിലെയാണ് അസ്വാഭാവികമായ രീതിയിൽ ഇത്തരമൊരു കാഴ്ച കണ്ടത്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മഞ്ചേശ്വരം ഹൊസങ്കടിയിലെ അങ്കടിപ്പതവ് ജംഗ്ഷനിലുള്ള 2 കടകൾക്ക് മുന്നിലും സമീപത്തെ ഒരു വീടിനോട് ചേർന്നുള്ള വരാന്തയിലുമാണ് രക്തം തളം കെട്ടിക്കിടക്കുന്ന നിലയിൽ കണ്ടത്. ശനിയാഴ്ച രാവിലെയാണ് ഉണങ്ങിയ നിലയിൽ ഇത്തരത്തിൽ രക്തക്കറകൾ കാണപ്പെട്ടത്. അങ്കടിപ്പതവ് ജംഗ്ഷനിലുള്ള സുരേഷിൻ്റെ ശ്രീ സത്യദുർഗ ഫർണിച്ചർ കടയുടെയും സമീപത്തെ മധുവിൻ്റെ ഇലക്ട്രോണിക് മെക്കാനിക് കടയുടെയും വരാന്തയിലാണ് അസ്വാഭാവികമായ രീതിയിൽ ഇത്തരമൊരു കാഴ്ച കണ്ടത്. ഇവർ രാവിലെ 8 മണിക്ക് കട തുറക്കുവാൻ വന്നപ്പോഴാണ് തളം കെട്ടി നിന്ന രക്തം കണ്ടത്. വിവരമറിഞ്ഞ് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി. രക്തസാമ്പിളുകൾ ശേഖരിച്ച് വിശദമായ പരിശോധനയ്ക്കായി കണ്ണൂരിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനാഫലം വരുന്നതുവരെ കടകൾ തുറക്കരുതെന്ന് പോലീസ് ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രക്തം ഏതെങ്കിലും മൃഗത്തിൻ്റേതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധനാഫലം ലഭിച്ചാൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഈ സംഭവം പ്രദേശവാസികളിൽ ഭീതി പടർത്തിയിട്ടുണ്ട്. ഈ സംഭവം നമുക്കിന്ന് രാവിലെ ഒരു 9 മണിക്കാണ് നമുക്ക് സംഭവം അറിയുന്നത്. രാവിലെ തൊട്ട് എന്ത് സംഭവം നമുക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. 9 മണിക്ക് നമ്മളടുത്ത വീട്ടിലെ മുനാഫ് വിളിച്ച് പറയുമ്പോഴാണ് നമുക്ക് സംഭവം മനസ്സിലായത്. ഉടൻ തന്നെ 2 ഷോപ്പുകാരും പോലീസുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ പോലീസ് വരികയും നല്ല രീതിക്ക് അത് എൻക്വയറി ചെയ്യുകയും അതിനുശേഷം അത് സംശയാസ്പദമായ നിലയ്ക്ക് ഫോറൻസിക് യൂണിറ്റിനെ വിളിച്ചു വരുത്തി അവരും പരിശോധന നടത്തുകയാണ്. അപ്പോൾ കൂടുതൽ വിവരം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ പ്രദേശത്ത് ക്രിമിനൽ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനാൽ തന്നെ ഏതെങ്കിലും അക്രമ സംഭവത്തിൻ്റെ ഭാഗമാകുവാൻ സാധ്യതയില്ലെന്നാണ് കരുതുന്നത്. എന്നാലും ഈ രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമാണോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് പോലീസ് വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരുന്നത്. സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മധുരിക്കുന്ന ഓർമ്മകൾ പങ്കുവച്ചും പരസ്പരം സ്നേഹം നുകർന്നും പൂർവ്വ വിദ്യാർത്ഥികൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുറ്റത്ത് വീണ്ടും എത്തി. 1975 മുതൽ 85 വരെയുള്ള ബാച്ചുകളുടെ കൂട്ടായ്മയായ ഒരു വട്ടം കൂടി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് 10ാം വാർഷിക സംഗമം ഒരുക്കിയത്. സഹപാഠി ബന്ധത്തിന്റെ പെരുമയുമായി കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സൗഹൃദത്തിൻ്റെ 10 വർഷങ്ങൾ പിന്നിട്ട് കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് 1975-85 ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഒരു വട്ടം കൂടി വീണ്ടും ഒത്തുകൂടിയപ്പോൾ ഓർമ്മകളുടെ തിരയേറ്റം തന്നെയുണ്ടായി. സ്വാതന്ത്ര്യദിനത്തിലാണ് ഓർമ്മകളെയും കലയെയും സൗഹൃദത്തെയും കോർത്തിണക്കിക്കൊണ്ടുള്ള മഹോത്സവം നടന്നത്. പൂർവ്വ വിദ്യാർത്ഥികൾ ഒഴുകിയെത്തിയതോടെ കോളേജ് ഓഡിറ്റോറിയത്തിൽ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മധുരാരവം നിറഞ്ഞു. വേദിയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വൈവിധ്യങ്ങളായ നിരവധി കലാപരിപാടികൾ അരങ്ങേറി. രാജലക്ഷ്മി കൂഡ്ലുവിൻ്റെ നേതൃത്വത്തിലുള്ള തിരുവാതിര, ജമീലയും സ്കാനിയയും അവതരിപ്പിച്ച ഒപ്പനപ്പാട്ടുകൾ, PV ശ്യാമളയുടെ നാട്ടുപാട്ടുകൾ എന്നിവ ആസ്വാദകരിൽ സംഗീതത്തിൻ്റെ ഈണങ്ങൾ പകർന്നു.
കൂടാതെ സ്കാനിയയുടെ കഥാപ്രസംഗം, ഗിരിധർ രാഘവിൻ്റെ മോണോ ആക്ട്, ടി.എ. ഇബ്രാഹിമിൻ്റെയും രഘുവിൻ്റെയും സ്കിറ്റ്, വേണു കണ്ണൻ്റെ നാടകം, സുരേഷ് ബാബുവിൻ്റെ ഗാനമേള എന്നിവയും അരങ്ങേറി. നിനക്ക് കാണണമല്ലേ? ദാ പോയി കാണ്. കാക്കയും കഴുകനും കൊത്തി വലിക്കുന്നുണ്ടാവും. പോയി കാണ്. കുങ്കുമവർണ്ണം പകർന്നു വേണു കണ്ണൻ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ഡോക്ടർ N.A. മുഹമ്മദ് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ പ്രീഡിഗ്രി പഠിക്കുന്ന സമയത്ത് പാഠപുസ്തകത്തിനപ്പുറത്ത് ജീവിതം പഠിക്കേണ്ട പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കാൻ സാധ്യമായത് ഈ സ്കിന്നേഴ്സ് എന്നുള്ള സംഘടനകളിലാണ്. കാരണം കാസർഗോഡിൻ്റെ സാംസ്കാരിക കലാചരിത്രത്തിൽ കുറിക്കപ്പെട്ട ഒരു ചരിത്രത്തിൽ എഴുതി വെക്കപ്പെടേണ്ട ഒരു സംഘടനയാണ് സ്കിന്നേഴ്സ്. അതിൻ്റെ എല്ലാ നാടിനിരമ്പും അമരത്വവും ആത്മാവും ഒക്കെ ആയിരുന്നു ബപ്പടിയും ഇബ്രാഹിം അനുവൊക്കെ. അപ്പോൾ അതിലൂടെ പരിചയപ്പെട്ട കുറേ സൗഹൃദങ്ങളുണ്ട്. സൗഹൃദങ്ങൾക്ക് എന്നും ഏറെ വില നൽകുന്ന ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഈ വട്ടംകൂടിയോട് ഒരുപാട് കടപ്പാടുണ്ട്. പ്രൊഫസർ ഗോപിനാഥ്, ടി.എ. ഇബ്രാഹിം, K.M. ഹനീഫ്, ഷുക്കൂർ കോളിക്കര, ഡോക്ടർ അബ്ദുൽ സത്താർ, ബപ്പടി മുഹമ്മദ് കുഞ്ഞി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ആഘോഷത്തിന് ആവേശം പകർന്ന് നേരത്തെ തന്നെ കായിക മത്സരങ്ങളും വിനോദ പരിപാടികളും വിളംബര ഘോഷയാത്രയുമെല്ലാം നടത്തിയിരുന്നു. ഒരു വട്ടം കൂടി കൂട്ടായ്മയുടെ അമരക്കാരായ ഉപദേശക സമിതി അംഗങ്ങളായ പ്രൊഫസർ ഖാദർ മാങ്ങാട്, പ്രൊഫസർ ഗോപിനാഥ്, ചെയർമാൻ K.M. ഹനീഫ്, ജനറൽ കൺവീനർ ബപ്പിടി മുഹമ്മദ് കുഞ്ഞി, വൈസ് ചെയർമാൻമാരായ K.P. അബ്ദുൽ അസീസ്, സത്യഭാമ ടീച്ചർ, ട്രഷറർ ദിനേശ് K., ഫിനാൻസ് കമ്മിറ്റി കൺവീനർ സയ്യിദ് അഷ്റഫ്, സ്പോർട്സ് കോർഡിനേറ്റർ PC യാസിഫ്, കൺവീനർ ലീല PV എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വീടിന്റെ മേൽക്കൂര തകർന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് വയോധിക. ബദിയടുക്ക പഞ്ചായത്തിലെ കരിമ്പിലയിലാണ് സംഭവം. വിഷയത്തിൽ ഉടൻ നടപടി വേണമെന്ന് നാട്ടുകാർ. ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിന്റെ 6-ാം വാർഡിൽ കരിമ്പിലയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വയോധിക. കരിമ്പിലയിലെ ജയന്തിയുടെ വീടാണ് കാലപ്പഴക്കം മൂലം തകർന്നു വീണത്. സംഭവ സമയത്ത് ഇവർ വീട്ടുമുറ്റത്തായിരുന്നു. ഏകമകൻ കൃഷ്ണ സാധനങ്ങൾ വാങ്ങാൻ ടൗണിലും പോയിരുന്നു. 15 വർഷം മുൻപ് പഞ്ചായത്ത് അനുവദിച്ച വീടാണിത്. കൂലിപ്പണിയെടുത്ത് കഴിയുന്ന കുടുംബത്തിന്റെ ഏക സമ്പാദ്യവും നഷ്ടമായതോടെ വലിയ പ്രതിസന്ധിയിലാണ് ഇവരിപ്പോൾ. അധികൃതർ വിഷയത്തിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കണമെന്ന് പൊതുപ്രവർത്തകൻ ഹാരിസ് ബദിയടുക്ക പറഞ്ഞു. ഈ ജയന്തി എന്ന് പറയുന്ന അമ്മയുടേതാണ് വീട്. ഈ അമ്മ ഈ വീടിന്റെ പുറത്തുണ്ടായത് കൊണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇത് 10-15 വർഷം മുമ്പ് ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് നൽകിയ വീടാണ്. അമ്മക്ക് ഒരേ മകനാണുള്ളത്, കൃഷ്ണപ്രസാദ് എന്ന് പറയുന്നത്. ആ മകൻ രാവിലെ ടൗണിൽ പോയിരുന്നു ബദിയടുക്ക. തൊട്ടടുത്തുള്ളവരെല്ലാം വന്ന് നോക്കുമ്പോഴാണ് ഈ സ്ഥിതി കണ്ടത് ഇവിടെ. അതായത് ഈ അമ്മ ഭാഗ്യം കൊണ്ടാണ് ഇന്ന് രാവിലെ രക്ഷപ്പെട്ടത്. ഈ വീടിന്റെ മേൽക്കൂര വീഴുമ്പോൾ ബദിയടുക്ക ഈ വാർഡിന്റെ മുൻ പഞ്ചായത്ത് മെമ്പർ വിശ്വനാഥ പ്രഭു അദ്ദേഹം ഇവിടെ സ്ഥലത്തെത്തിയിരുന്നു. അദ്ദേഹം വില്ലേജ് ഓഫീസറെല്ലാം അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്ന് ലീവായതുകൊണ്ട് വന്നില്ല. നാളെ രാവിലെ ഇവിടെ എത്തും. വേണ്ടപ്പെട്ട നടപടി സ്വീകരിച്ച് കൊടുക്കണമെന്നാണ് എനിക്ക് വില്ലേജ് ഓഫീസറോടും പഞ്ചായത്ത് അധികൃതരോടും പറയാനുള്ളത്. മഴയും ശക്തമാവുന്നതോടെ കേറിക്കിടക്കാനിടമില്ലാതെ ബുദ്ധിമുട്ടിലാണ് കുടുംബം ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പരിവാർ ബണ്ടർ സംഘം കാസർഗോഡ് സോണിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആട്ടിക്കൂട്ട പരിപാടി ശ്രദ്ധേയമായി. മംഗളൂരു സരോജിനി മധുസൂദൻ കുശേ കോളേജിലെ അധ്യാപിക ചന്ദ്രിക ശ്രീനാഥ് ഉദ്ഘാടനം ചെയ്തു.
പരിവാർ ബണ്ടർ സംഘം കാസർഗോഡ് സോണിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആട്ടിക്കൂട്ട പരിപാടി കുറുവയിൽ ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്ര പ്രാർത്ഥനാ മന്ദിരത്തിൽ നടന്നു. മംഗളൂരു സരോജിനി മധുസൂദനൻ കുശേ കോളേജിലെ അധ്യാപിക ചന്ദ്രിക ശ്രീനാഥ് ഉദ്ഘാടനം ചെയ്തു. ವ್ಯವಹಾರ ಮಂದಿರ ನಮ್ಮ ಕಾಸಿಜ್ಜಿ ದಾಯಪಂಡ ನಮ್ಮ ತುಡುವೇಲು ಪ್ರಕೃತಿನ ಬಹಳ ಪ್ರೀತಿ ಮಂತೊಂದು ಪ್ರಕೃತಿನ ಒಟ್ಟಿಗೆ ನಮ್ಮ ಜೀವನ ಮಂತೊಂದು ಬದಲಾಗ್ತದೆ. ನಮ್ಮ ಮೂಜಿ ಬೆಳೆನದೆ ತಂಬ 16 ತಿಂಗಳು ಫಸ್ಟ್ 4 ತಿಂಗಳು ಒಂಜಿ ಬೆಲೆ ಬುಕ್ಕದ 4 ತಿಂಗಳು ಬುಕ್ಕೊಂಜಿ ಬೆಲೆ ಲಾಸ್ಟ್ ಸುಗ್ಗಿ ದ ಬೆಳೆನ ಮೂಜಿ ನಮ್ಮ ಹಂತಡು ನಮ್ಮ ಕೃಷಿ ಮಂತದು ಕೃಷಿಡೆ ಬತ್ತನ ಆದಾಯಡು ದೇವರಿಗೆ ದೈವರಿಗೆ ಆಯ್ತ ಒಟ್ಟಿಗೆ ನಮ್ಮ ಕುಟುಂಬದಕ್ಕೆ ಹೊರತು ನಮ್ಮ ಸುಖಿತದು ಖುಷಿಟ್ಟು ಜೀವನ ಮಂತ್ಕೊಂಡಿತ್ತ. ಪ್ರತಿ ಒಂಜಿಗ್ಲ ನಮ್ಮ ಪ್ರಕೃತಿ ದಡೆ ಪೋಪ, ಪ್ರತಿ ಒಂಜಿಗ್ಲ ಪ್ರಕೃತಿ ಕೇಂದ್ರ ನಡಪುವ, ಪ್ರತಿ ಒಂಜಿ ಏನೇನೇ ತುಣಗ ತರೆ ಬಗ್ಗಾವ ತರೆ ತಗ್ಗಾದ ನಮ್ಮ ನಡಪುವ ಒಂದು ನಮ್ಮ ತುಳುನಾಡಿನ ಸಂಸ್ಕೃತಿ. കാസർഗോഡ് പരിവാർ ബണ്ടർ സംഘം പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ജയപ്രകാശ് നായിക് ബി അധ്യക്ഷത വഹിച്ചു. പരിവാർ ബണ്ടർ സംഘത്തിന്റെ സുവർണ ജൂബിലിയുടെ സ്മരണിക പരിവാർ സുവർണ സമ്പത്ത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആശാലത ചേവാർ പ്രകാശനം ചെയ്തു. പരിവാർ ബണ്ടർ സെൻട്രൽ കമ്മിറ്റി ഓണററി പ്രസിഡന്റ് സന്തോഷ് കുമാർ കയർ മജലു, കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് വിശ്വനാഥ് നായിക് ഹാരഹള്ളി, സെക്രട്ടറി മനോഹർ നായിക് കൊളക്കിമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രഘുവീർ നായിക്, വിവിധ സോണുകളുടെ പ്രതിനിധികളായ സദാശിവ നായിക് തേങ്കില, അഡ്വക്കേറ്റ് ഉമേഷ് നായിക് പിലിക്കല, കാസർഗോഡ് സോൺ യൂത്ത് ഫോറം പ്രസിഡന്റ് ശ്രീനിവാസ് നായിക്, മഹിളാ ഫോറം പ്രസിഡന്റ് സുരേഖ വി നായിക് എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ സംഘത്തിലെ മുതിർന്ന ദമ്പതികളായ അടുക്കത്ത് ബൈലിലെ പുരുഷോത്തമ നായക്, രാജീവി എന്നിവരെയും സഹസ്ര പൂർണ്ണചന്ദ്ര ദർശനം നടത്തിയ മുതിർന്നവരെയും ആദരിച്ചു. ആട്ടിക്കൂട്ട പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് മേഖലയിലെ പരിവാർ ബണ്ടർ സമൂഹത്തിലെ സ്ത്രീകൾ തയ്യാറാക്കിയ 55ലധികം വ്യത്യസ്ത ലഘുഭക്ഷണങ്ങളുടെ പ്രദർശനവും നടന്നു. തുടർന്ന് നടന്ന ആട്ടി വണസ് പരിപാടിയിൽ ചടങ്ങിനെത്തിയ 800ലധികം ആളുകൾക്ക് ലഘുഭക്ഷണങ്ങളും വിതരണം ചെയ്തു. കാസർഗോഡ് പരിവാർ ബണ്ടർ സംഘ യൂത്ത് ഫോറത്തിന്റെയും വനിതാ ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന കെസറുഗതി സ്പോർട് ഫെസ്റ്റിവലിലെ വിജയികൾക്ക് ആട്ടിക്കൂട്ട ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകി. കാസർഗോഡ് സോണൽ സെക്രട്ടറി യോഗേഷ് നായിക് സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷക്കീല നായിക് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാണിയാട്ട് വില്ലേജ് സമ്മേളനം നടന്നു. മാണിയാട്ട് AKG മന്ദിരത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന സമിതി അംഗം AP ഉഷ ഉദ്ഘാടനം ചെയ്തു. ചന്തേരയിൽ റെയിൽവേ മേൽപ്പാലം അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാണിയാട്ട് വില്ലേജ് സമ്മേളനം AKG മന്ദിരത്തിൽ സംസ്ഥാന സമിതി അംഗം AP ഉഷ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് MK പ്രസീദ അധ്യക്ഷത വഹിച്ചു. MV സുജാത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, PK ലക്ഷ്മി, CPM ലോക്കൽ സെക്രട്ടറി K മോഹനൻ, T ശ്യാമള, M പത്മിനി, MV രേഖ എന്നിവർ സംസാരിച്ചു. TV ബാലൻ സ്വാഗതവും AM മേരി നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി MK പ്രസീദയെ പ്രസിഡന്റായും MV സുജാതയെ സെക്രട്ടറിയായും സമ്മേളനം തിരഞ്ഞെടുത്തു. യാത്രാക്ലേശം അനുഭവിക്കുന്ന പിലിക്കോട് പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ചന്തേര റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്നും കുനുത്തൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആഴ്ചയിൽ 1 ദിവസം ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക, മാണിയാട്ട് സ്വന്തമായി വില്ലേജ് ഓഫീസ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാണിയാട്ട് വില്ലേജ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ സുബ്രതോ മുഖർജി കപ്പ് ടൂർണമെന്റിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീം ജേതാക്കളായി. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിന്റെ ഫൈനലിൽ കാസർഗോഡ് നായന്മാർ മൂല TIHSS ടീമിനെ ടൈ ബ്രേക്കറിലൂടെയാണ് പരാജയപ്പെടുത്തിയത്. കാസർഗോഡ്, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലകളിലെ 30 ടീമുകൾ മാറ്റുരച്ച റവന്യൂ ജില്ലാ ടൂർണമെന്റിന്റെ കലാശ പോരാട്ടത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് നിലവിലെ ചാമ്പ്യന്മാരായ കാസർഗോഡ് നായന്മാർ മൂല TIHSS ടീമും നിലവിലെ റണ്ണറപ്പായ തൃക്കരിപ്പൂർ സ്കൂൾ ടീമും നിശ്ചിത സമയത്ത് ഗോൾ രഹിത സമനില പാലിച്ചതോടെ ടൈ ബ്രേക്കറിന് കളി നീളുകയായിരുന്നു. ടൈ ബ്രേക്കറിൽ 2-നെതിരെ 4 ഗോളുകൾക്കാണ് തൃക്കരിപ്പൂർ സ്കൂൾ ജേതാക്കളായത്. സമാപന ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് PP അശോകൻ അധ്യക്ഷത വഹിച്ചു. VPO മുഹമ്മദ്, EK ആസിഫ്, TV പവിത്രൻ, KP രാഹുൽ, TM സിദ്ദിഖ്, A വൈശാഖ് എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 8-9 തീയതികളിൽ പാലക്കാട് നടക്കുന്ന സംസ്ഥാന സുബ്രതോ മുഖർജി കപ്പ് ടൂർണമെന്റിൽ കാസർഗോഡ് ജില്ലയെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമാണ് പ്രതിനിധീകരിക്കുക. ഉറുമീസ് തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.
കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയിലൂടെ 11-കാരിക്ക് പുതുജീവൻ. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോമ അവസ്ഥയിലായിരുന്നു പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മാനേജ്മെന്റും ഡോക്ടർമാരും ഒരേ മനസ്സോടെ കൈകോർത്തതോടെയാണ് പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയത്. സ്വാതന്ത്ര്യദിനത്തിൽ ആശുപത്രിയിൽ ഈ സന്തോഷം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. പെൺകുട്ടി കേക്ക് മുറിച്ചപ്പോൾ വികാര നിർഭര രംഗങ്ങൾക്കാണ് ചടങ്ങ് സാക്ഷ്യം വഹിച്ചത്. ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ആശുപത്രിയൊന്നാകെ കൈകോർക്കുക, ആ പ്രയത്നം ഫലം കാണുക, ഒരു അത്ഭുതമോ അല്ലെങ്കിൽ സിനിമാ കഥയോ എന്നൊക്കെ തോന്നിപ്പിക്കുമെങ്കിലും കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അത്തരമൊരു സംഭവമാണ് നടന്നത്. ഒരു മാസം മുൻപാണ് കുടുംബമുൾപ്പെടെ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും 11-കാരിയായ പെൺകുട്ടിക്ക് അതിഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. കോമാ സ്റ്റേജിലായ പെൺകുട്ടിയെ രക്ഷിക്കുവാൻ ബന്ധുക്കൾക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഉടൻ തന്നെ കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയായെങ്കിലും ബന്ധുക്കൾ തങ്ങളിലും ആശുപത്രിയിലും പുലർത്തിയ വിശ്വാസം അവർക്ക് തിരിച്ചു നൽകണമായിരുന്നു. പിന്നീട് മാനേജ്മെന്റും ഡോക്ടർമാരും സ്റ്റാഫ് അംഗങ്ങളുമെല്ലാം ഒരേ മനസ്സോടെ ഈ 11-കാരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു. അങ്ങനെ ആ അത്ഭുതം സംഭവിച്ചു. വിദഗ്ധ ചികിത്സയിലൂടെ ഒരു മാസമാകുമ്പോഴേക്കും പെൺകുട്ടി പൂർണ്ണമായും സുഖം പ്രാപിച്ചു. ആശുപത്രിയിൽ നടപ്പിലാക്കുന്ന ഹോപ്പ് പദ്ധതിയുടെ വിജയം കൂടിയാണിത്. പെൺകുട്ടിയുടെ കുടുംബം തങ്ങളിൽ ഏൽപ്പിച്ച വിശ്വാസം തിരിച്ചു നൽകുവാനായെന്നും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് സാധ്യമായതെന്നും ആശുപത്രിയിലെ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ഷമീം പറഞ്ഞു. ഡിഫ്യൂസ് ആക്സിഡൻ്റൽ ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് റിക്കവറി ചിലപ്പോൾ 3-6 മാസം എടുത്തേക്കാം. പക്ഷേ പെട്ടെന്ന് കുട്ടി റിക്കവർ ചെയ്തു. അതിന് ദൈവത്തിന് സ്തുതി. അപ്പം കുട്ടിയോടൊപ്പം കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതിൻ്റെ അവരെ സന്തോഷിപ്പിക്കുക, ടു ബാക്ക് ടു ലൈഫ് എന്നുള്ളതൊരു ഏറ്റവും സന്തോഷകരമായൊരു നിമിഷമല്ലേ. നമുക്കൊരു ജന്മദിനം പോലെ ഒരു ബാക്ക് ടു ലൈഫ് പോകുന്ന സമയത്ത് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു മധുരം നൽകി അവരെ സന്തോഷിപ്പിക്കുക എന്നതിനൊരു എന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്. അതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യദിന ദിവസത്ത് ഒരു ഹോപ്പ് ബിയോണ്ട് ഹീലിംഗ്, രോഗി മരുന്നുകൾക്കും ചികിത്സക്കും അപ്പുറത്ത് രോഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീകമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ കാസർഗോഡ് നമുക്ക് ചെയ്യണമെന്നുള്ളൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഇന്ന് ഇവിടെ സഫലമായി. ഘട്ടം ഘട്ടമായി നടത്തിയ പരിശ്രമത്തിലൂടെയാണ് പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാനായതെന്നും ഈ വിഷയത്തിൽ ഒരു അത്ഭുതം തന്നെയാണ് നടന്നതെന്നും ആശുപത്രി CEO TP രഞ്ജിത്ത് പറഞ്ഞു. കഴിഞ്ഞ 29 ദിവസമായി ഘട്ടമായാണ്. ആദ്യത്തെ 2-3 ദിവസവും ഞങ്ങൾക്ക് പ്രതീക്ഷ നിർഭരമായിരുന്നില്ല കാര്യങ്ങൾ. പക്ഷെ പിന്നീട് കുട്ടിയുടെ ചലനങ്ങൾ തുടങ്ങി. ആദ്യത്തെ 2-3 ദിവസം ശരിക്കും ഒരു യാതൊരു ചലനവും ഉണ്ടായിരുന്നില്ല. ഒരു അത്ഭുതം തന്നെ സംഭവിച്ചു എന്ന് പറയാം. പിന്നെ സയൻസിൻ്റെ കൂടെ തന്നെ ഡോക്ടർമാരുടെ കഴിവ് പോലെ തന്നെ ഒരു ദൈവത്തിൻ്റെ കൈത്താങ്ങും ആ കുട്ടിയുടെ 2ാം ജീവിതത്തിലേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടാണ് തോന്നുന്നത്. ഇവിടെ വരുന്നവരൊക്കെ നന്നായി ഹീൽ ചെയ്തു. നല്ല സ്നേഹത്തോടെ ഡോക്ടർമാരുടെ പരിചരണയോടെ പുറത്തേക്ക് ദൈവസഹായത്തിൽ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെയാണ് ഈ ഹോപ്പ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ ആശുപത്രിയിൽ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയ ഈ സന്തോഷം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. പെൺകുട്ടി കേക്ക് മുറിച്ചപ്പോൾ വികാര നിർഭര രംഗങ്ങൾക്കാണ് ചടങ്ങ് സാക്ഷ്യം വഹിച്ചത്. ആശുപത്രി CEO TP രഞ്ജിത്ത്, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഡാനിഷ്, എമർജൻസി മെഡിസിൻ ഹെഡ് ഡോക്ടർ മുസമിൽ, എമർജൻസി മെഡിസിൻ MD ഡോക്ടർ മുഹമ്മദ്, ന്യൂറോ സർജൻ ഡോക്ടർ പൗമാൻ, ഓർത്തോ സർജൻ ഡോക്ടർ ഇസുദ്ദീൻ, മറ്റ് ആശുപത്രി അധികൃതർ, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൈക്ക AKMA UP സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷം ശ്രദ്ധേയമായി. വർണ്ണാഭമായ ഘോഷയാത്രയും കുട്ടികളുടെ സാംസ്കാരിക പരിപാടികളും ദിനാചരണത്തെ വ്യത്യസ്തമാക്കി. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് CV ഉദ്ഘാടനം ചെയ്തു. പൈക്ക AKMA UP സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം ശ്രദ്ധേയമായി. രാവിലെ നടന്ന പ്രത്യേക അസംബ്ലിയിൽ പ്രധാനാധ്യാപകൻ M ശശിധരൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് CV ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ PTA പ്രസിഡന്റ് BA അബ്ദുൾ റസാഖ് പൈക്ക അധ്യക്ഷത വഹിച്ചു. ചെങ്കള പഞ്ചായത്ത് അംഗങ്ങളായ ചിത്രകുമാരി, ഗിരീഷ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. യോഗത്തിൽ SSLC വിജയികൾക്കും USS വിജയികൾക്കും ഉപഹാരവും കഴിഞ്ഞ വർഷം പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ വിജയികൾക്ക് എൻഡോമെന്റ് വിതരണവും നടന്നു.
PTA വൈസ് പ്രസിഡന്റ് ഹസീനാർ മിത്തടി, മാനേജ്മെന്റ് പ്രതിനിധികളായ കൃഷ്ണൻ NP, അഡ്വക്കേറ്റ് അശോക് കുമാർ, നിത്യാനന്ദ നെല്ലിത്തല, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാധാകൃഷ്ണ പൈക്ക, ഭാസ്കരൻ കോളാങ്കോൾ, തസ്ലീം പൈക്ക, മദർ PTA പ്രസിഡന്റ് പ്രിയ P, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഗിരികൃഷ്ണൻ, സീനിയർ അസിസ്റ്റന്റ് ലക്ഷ്മി S നായർ, ആശാകുമാരി KV, സ്മിത ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി മൊയ്തീൻ TP നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വാതന്ത്ര്യദിനത്തിൽ തളങ്കരയിൽ പള്ളിക്കാൽ ക്രിക്കറ്റ് ക്ലബ്ബും തീരദേശ പോലീസും വിദ്യാർത്ഥികൾക്ക് ക്യൂസ് മത്സരം നടത്തിയും പ്രതിഭകളെ ആദരിച്ചതും വേറിട്ട അനുഭവമായി. സ്വാതന്ത്ര്യദിന ചടങ്ങ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. തീരദേശ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യൂസുഫ് നടുത്തറമ്മൽ ക്യൂസ് മത്സരവും ഉദ്ഘാടനം ചെയ്തു. കാസർകോട്ടെ 9 ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യൂസ് മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ നിന്നും 1ാം സ്ഥാനം GVHSS മൊഗ്രാൽ പുത്തൂരും 2ാം സ്ഥാനം തളങ്കര GMVHSSും കരസ്ഥമാക്കി. ഭാരത സ്വാതന്ത്ര്യദിനം തൃക്കരിപ്പൂർ മേഖലയിൽ വിവിധ സംഘടനകളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ ആഘോഷിച്ചു. പതാക ഉയർത്തലും സ്വാതന്ത്ര്യദിന റാലിയും പായസദാനവും വിവിധ കലാപരിപാടികളും നടന്നു. തൃക്കരിപ്പൂർ മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. സ്കൂളിലെ മുഴുവൻ കുട്ടികളും അണിനിരന്ന ഡാൻസ് ഡ്രാമ ദേശഭക്തി വിളിച്ചോതുന്നതായി. വർണ്ണമനോഹര വസ്ത്രങ്ങൾ അണിഞ്ഞ് കുരുന്നുകൾ അവതരിപ്പിച്ച ഡാൻസ് ഡ്രാമ നാട്ടുകാർക്ക് ആസ്വാദികരമായി. രക്ഷിതാക്കളുടെ ദേശഭക്തി ഗാനാലാപനവും നടന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുവന്ന പരിപാടിയിൽ കുട്ടികൾക്കായി വിവിധങ്ങളായ മത്സര പരിപാടികൾ നടത്തി. പതാക നിർമ്മാണവും പായസദാനവും നടന്നു. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ പഞ്ചായത്ത് അംഗം KV കാർത്യായനി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV അനിൽ അധ്യക്ഷത വഹിച്ചു. ഈയക്കാട് വാർഡംഗം KV രാധ വിവിധ മത്സര വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ P രാജേഷ്, സ്റ്റാഫ് സെക്രട്ടറി V സരിത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ LSS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും വിവിധ നേട്ടങ്ങൾ കൈവരിച്ചവരെയും അനുമോദിച്ചു. എൻഡോമെന്റ് വിതരണവും നടന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ രാമവില്യം കഴകം രാമായണ മാസാചരണ ഭാഗമായി അഖണ്ഡ രാമായണ പാരായണ യജ്ഞം നടത്തി. രാമവില്യം കഴകം ആധ്യാത്മിക കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന അഖണ്ഡ രാമായണ പാരായണം പത്മനാഭൻ വെളിച്ചപ്പാടൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കക്കുന്നം പത്മനാഭൻ പണിക്കർ ആദ്യ പാരായണം നടത്തി. രാമവില്യം കഴകത്തിന് കീഴിലെ 5 ഉപക്ഷേത്രങ്ങളിൽ നിന്നുള്ളവർ പാരായണം നടത്തി. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരുണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം എന്നീ കാണ്ഡങ്ങളിലൂടെ രാമായണത്തിലെ ഫലശ്രുതിയോടെയാണ് യജ്ഞം പൂർത്തീകരിച്ചത്. രാമവില്യം കഴകം സ്ഥാനികർ, കഴകം പ്രസിഡന്റ് VV രാഘവൻ മാസ്റ്റർ, സെക്രട്ടറി T ഗംഗാധരൻ, ആധ്യാത്മിക കമ്മിറ്റി ചെയർമാൻ KV കുമാരൻ, സെക്രട്ടറി പ്രശാന്ത് താനൻ തുടങ്ങിയവർ പങ്കെടുത്തു. 1/4 നൂറ്റാണ്ടിലേറെയായി മുടക്കമില്ലാതെ രാമായണ മാസത്തിൽ അഖണ്ഡ രാമായണ പാരായണ യജ്ഞം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നടന്നുവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശാസ്ത്രമേളകളിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ മികവുറ്റതാക്കാനായി അധ്യാപകർക്ക് വിവിധ ഇനങ്ങളിൽ പരിശീലനമൊരുക്കി ചെറുവത്തൂർ ഉപജില്ലാ പ്രവൃത്തി പരിചയ ക്ലബ്. ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരാണ് 2 ദിവസത്തെ പരിശീലനത്തിൽ പങ്കെടുത്തത്. ശാസ്ത്രമേളയിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ മികച്ച നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന്റെ മുന്നോടിയായാണ് അധ്യാപകർക്ക് പരിശീലനം നൽകിയത്. ഫാബ്രിക് പെയിന്റിംഗ്, പോട്ടറി പെയിന്റിംഗ്, ബോട്ടിൽ ആർട്ട്, ടൈ ആൻഡ് ഡൈ എന്നിവയിലാണ് 2 ദിവസ പരിശീലനം നൽകിയത്. കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന ശില്പശാലയുടെ സമാപന സമ്മേളനം ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാം, ഇന്ന് 2 ദിവസമായിട്ട് ഇന്നലെയും ഇന്നും നടന്നിരിക്കുന്ന ഈ 2 ദിവസത്തെ നിങ്ങളോട് ഇവിടെ നേടിയിരിക്കുന്ന പരിശീലനം നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ അവരുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ വളർത്തിയെടുക്കുവാൻ സഹായിക്കുന്ന ഒരു പരിശീലനമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അധ്യാപകൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുതന്നെയാണ്. നമ്മൾ എത്രമാത്രം മികവുകൾ നേടുന്നുവോ അതിൻ്റെ ഉയരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. കാസർഗോഡ് ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ PP പ്രസന്ന അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CP വിദ്യ, എക്സിക്യൂട്ടീവ് അംഗം C ഗോപികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
പ്രമുഖ പരിശീലക ഷീജ മനോജ് കോഴിക്കോട് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. പരിശീലനം നേടിയ അധ്യാപകർ വിവിധ മേളകളിലേക്കായി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നെല്ലിക്കുന്ന കടപ്പുറം ഫിർദൌസ് നഗർ ബദരിയ മസ്ജിദിന്റെയും ഖുവ്വത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് മാമു കൊപ്പര പതാക ഉയർത്തി മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. നെല്ലിക്കുന്ന കടപ്പുറം ഫിർദൌസ് നഗർ ബദരിയ മസ്ജിദ് ആൻഡ് ഖുവ്വത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയും 79ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. പ്രസിഡന്റ് മാമു കൊപ്പര പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി ജമാൽ ചക്ലി, ട്രഷറർ ഹമീദ് ബദരിയ, ഖുവ്വത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ അധ്യാപകൻ ഫാറൂഖ് സഖാഫി, വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു. ബദരിയ മസ്ജിദ് ഇമാം അബ്ദുൽ ഖാദർ ദാരിമി പ്രാർത്ഥന നിർവഹിച്ചു. മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിമുക്ത ഭടന്മാർക്ക് കാസർഗോഡ് മെർച്ചന്റ്സ് വനിതാ വിങ്ങിന്റെ ആദരം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായാണ് കാർഗിൽ യുദ്ധത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത സൈനികരെ ആദരിച്ചത്. കാസർഗോഡ് വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് മർച്ചന്റ്സ് വനിതാ വിംഗ് വിമുക്ത ഭടന്മാരെ ആദരിച്ചു. കാർഗിൽ യുദ്ധത്തിലും ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലും പങ്കെടുത്ത വിമുക്ത ഭടന്മാരായ വൈ കൃഷ്ണൻ, സുരേഷ്, ചന്ദ്രകാന്ത കെ എന്നിവരെയാണ് ആദരിച്ചത്. മർച്ചന്റ്സ് വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സൈനികരെ ഷാൾ അണിയിച്ച് ആദരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. കാസർഗോഡ് വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മർച്ചന്റ്സ് വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി കമറുന്നിസ കടവത്ത് സ്വാഗത പ്രസംഗം നടത്തി. കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി.എ. ഇല്യാസ് മുഖ്യാതിഥിയായിരുന്നു. മർച്ചന്റ്സ് വനിതാ വിംഗ് പ്രസിഡന്റ് ആശ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുചിത്ര പിള്ള, യൂണിറ്റ് വനിതാ വിംഗ് രക്ഷാധികാരി ജലീൽ തച്ചങ്ങാട് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ട്രഷറർ അനിത അശോക് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പുഞ്ചിരി ഓട്ടോ സ്റ്റാൻഡിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. നിരവധി തൊഴിലാളികൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ പുഞ്ചിരി ഓട്ടോ സ്റ്റാൻഡിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ദേശീയ പതാക ഉയർത്തിയും മധുര വിതരണം നടത്തിയുമാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ഓട്ടോ ഡ്രൈവർമാർ ആഘോഷമാക്കിയത്. ഓട്ടോ കൂട്ടായ്മ പ്രസിഡന്റ് ഖലീൽ തളങ്കര പതാക ഉയർത്തി. ഓട്ടോ സ്റ്റാൻഡിലെ എല്ലാ ഡ്രൈവർമാരും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പനത്തടി ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലാ പട്ടികവർഗ വികസന വകുപ്പ് ABCD പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള അടിസ്ഥാന ആധികാരിക രേഖകൾ നൽകി ഡിജിറ്റലൈസേഷൻ ചെയ്തതിന് പ്രഖ്യാപനം നടന്നു. കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പനത്തടി ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലാ പട്ടികവർഗ വികസന വകുപ്പ് ABCD പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള അടിസ്ഥാന ആധികാരികത രേഖകൾ നൽകി ഡിജിറ്റലൈസ് ചെയ്തതിന്റെ പ്രഖ്യാപനം നടന്നു. കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ കളക്ടർ ശ്രീ K. ഇമ്പശേഖർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹരിദാസ് VP, KG ജെയിംസ്, സജിനിമോൾ B, രാധാ സുകുമാരൻ, N. വിൻസെന്റ്, KK വേണുഗോപാൽ, CDS ചെയർപേഴ്സൺ ചന്ദ്രമതിയമ്മ, പനത്തടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷിബു EN, സലീം താഴേക്കോറോത്ത്, പട്ടികവർഗ വികസന വകുപ്പ് സംസ്ഥാന ഉപദേശക സമിതി അംഗം MC മാധവൻ, P. തമ്പാൻ, പ്രതാപചന്ദ്രൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോസഫ് ഡാനിയൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പനത്തടി. AIYF കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി യുവസംഗമം സംഘടിപ്പിച്ചു. AIYF സംസ്ഥാന നേതാവ് അജയ് ആവള ഉദ്ഘാടനം ചെയ്തു. AIYF കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയാണ് യുവസംഗമം സംഘടിപ്പിച്ചത്. രാവണേശ്വരം മാക്കയിൽ നടന്ന യുവസംഗമം AIYF സംസ്ഥാന നേതാവ് അജയ് ആവള ഉദ്ഘാടനം ചെയ്തു. 1947 ആഗസ്റ്റ് മാസം 14 അർദ്ധരാത്രി ഇന്ത്യയിൽ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിലെ ദർബാർ ഹാളിലേക്ക് രാജ്യത്താകമാനമുള്ള ജനങ്ങൾ ഒഴുകിയെത്തുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അവിടെ ഒഴുകിയെത്തി. ഇന്ത്യയിലുടനീളം അധികാര കൈമാറ്റത്തിന്റെ ആഹ്ലാദാരവങ്ങൾ ഉയർന്ന ദിനമായിരുന്നു. വലിയ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു നാട്ടിൽ, വൈദ്യുതി എത്തിച്ചേരുക പോലും ഇല്ലാത്ത, എത്തിനോക്കുക പോലും ചെയ്യാത്ത നാട്ടിൻപുറങ്ങളിലെല്ലാം ആളുകൾ മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കുകളും വിതരണം ചെയ്തു വന്നു. നാട്ടിൻപുറങ്ങളിൽ ആളുകൾ ഒത്തുകൂടി നാളെ രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുകയാണ്. AIYF മണ്ഡലം സെക്രട്ടറി G. വിഷ്ണു അധ്യക്ഷത വഹിച്ചു.
കെ സോയ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. CPI മണ്ഡലം സെക്രട്ടറി N ബാലകൃഷ്ണൻ, A തമ്പാൻ മക്കാക്കോട്ട്, കരുണാകരൻ കുന്നത്ത്, A ദാമോദരൻ, P മിനി, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, രാകേഷ് രാവണീശ്വരം, M ശ്രീനാഥ്, ഗിരീഷ് പാണംതോട് എന്നിവർ സംസാരിച്ചു. AIYF ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രകാശൻ പള്ളിക്കാപ്പിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിയും വ്യാധിയും അകറ്റാനെത്തുന്ന കർക്കിടക തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. ഇനി ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. ഐശ്വര്യത്തിന്റെ പൊന്നിൻ ചിങ്ങം പിറന്നതോടെ കർക്കിടക തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാനാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകളിലെത്തുന്നത്. അള്ളട സ്വരൂപത്തിന്റെ ആസ്ഥാനമായ മടിയൻ കൂലോത്ത് ആടിമാസ തെയ്യങ്ങൾ സംഗമിച്ച് ക്ഷേത്രനടയിൽ ആടിയ ശേഷമാണ് തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെടുന്നത്. ആടി, വേടൻ, ഗളിഞ്ചൻ എന്നീ കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിന് സമാപനം കുറിച്ചാണ് കർക്കിടക സംക്രമ ദിവസം ചടങ്ങ് നടക്കുന്നത്. സാധാരണ തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ്. ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിനു പകരം ഈ കുട്ടിത്തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയറിയിറങ്ങും. പാർവതിയും പരമേശ്വരനുമാണ് ഈ കുട്ടിത്തെയ്യങ്ങളുടെ അടിസ്ഥാനം. ആടി എന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടൻ എന്ന ശിവവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടികളുമാണ്. നൽകത്തായ സമുദായത്തിലെ കുട്ടികൾ ഗളിഞ്ചൻ തെയ്യം കെട്ടുന്നു. കോലധാരികളുടെ വീടുകളിൽ നിന്നും തെയ്യത്തിന്റെ ആടയാഭരണങ്ങളും വേഷങ്ങളും അണിഞ്ഞ ശേഷം ഈ 3 കുട്ടിത്തെയ്യങ്ങളും മടിയൻകൂലം ക്ഷേത്രനടയിൽ എത്തുന്നു. ക്ഷേത്രനടയിലെത്തിയ തെയ്യങ്ങളെ തിരിതെളിയിച്ചു വെച്ച് വരവേറ്റു. തെയ്യങ്ങൾ ഭണ്ഡാരക്കാഴ്ച കണ്ട മഞ്ഞൾ കുറി തൊട്ട് അധികാരികളുടെ അനുവാദം ചോദിച്ച ശേഷം ക്ഷേത്രനടയിൽ ചുവടുവച്ചു. ആടിയും വേടനും ക്ഷേത്രനടയിലും ഗളിഞ്ചൻ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുമാണ് ആടിയത്. പിന്നീട് 3 കുട്ടിത്തെയ്യങ്ങളും ക്ഷേത്രത്തിൽ സംഗമിച്ച ശേഷം ദേശാധിപനായ ക്ഷേത്രപാലകനെയും കാളരാത്രി അമ്മയെയും നടയിൽ ഭഗവതിയെയും മറ്റ് ഉപദൈവങ്ങളെയും കണ്ട് വന്ദിച്ച് ചുറ്റുമുള്ള തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെട്ടു. അങ്ങനെ 3 തെയ്യങ്ങൾ ഒന്നിച്ച് മടിയൻകുലത്ത് ആടിയിട്ട് ബാക്കി എല്ലാ വീടുകളിലേക്കും ആദിയും വ്യാധിയും തീർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇതുവരെയുള്ള കാലക്കേടുകളെല്ലാം തീർത്ത് അവർക്ക് പുതിയൊരു ചിങ്ങത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഐശ്വര്യങ്ങളും സമൃദ്ധിയും ആയുസ്സും അതുപോലെ സമ്പത്തും കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതെന്നാണ് ഐതിഹ്യം. തറവാടുകളിലും വീടുകളിലും ഭക്തജനങ്ങൾ മഞ്ഞൾ, ചുണ്ണാമ്പ്, ഭസ്മം എന്നിവ കൊണ്ട് തയ്യാറാക്കിയ ഗുരുശിയൊഴിഞ്ഞ കുട്ടിത്തെയ്യങ്ങളെ വരവേറ്റു. ഗുരുശി വെള്ളം മുറ്റത്ത് കത്തിച്ചുവെച്ച തിരിക്കു ചുറ്റും ഒഴിയുന്നതോടെ ദോഷങ്ങൾ പടിയിറങ്ങുമെന്നാണ് വിശ്വാസം. വീടുകളിലെയും തറവാടുകളിലെയും മുറ്റത്താടിയ തെയ്യങ്ങൾക്ക് കാണിക്ക സമർപ്പണവും നടന്നു. തെയ്യം കലാകാരന്മാർക്ക് ഉപജീവനമാർഗമില്ലാത്ത കർക്കിടകത്തിൽ ദാരിദ്ര്യം അകറ്റാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു പണ്ടുകാലത്ത് കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരം. വീടുകളിലെത്തുന്ന തെയ്യത്തിന് ദക്ഷിണയായി പണവും നെല്ലും തേങ്ങയും വെള്ളരിയും നൽകുകയായിരുന്നു പണ്ടത്തെ പതിവ്. ഇന്നു മുതൽ ചിങ്ങമാസ സംക്രമം വരെ ഇനി വീടുകളിലും തറവാടുകളിലും മുറ്റത്ത് പൂക്കളം തീർക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം ഹൊസങ്കടയിൽ കടകൾക്ക് മുന്നിലും വീട്ടുവരാന്തയിലും രക്തം തളം കെട്ടിക്കിടക്കുന്ന നിലയിൽ കണ്ടത് ഭീതി പരത്തി. രാവിലെയാണ് അസ്വാഭാവികമായ രീതിയിൽ ഇത്തരമൊരു കാഴ്ച കണ്ടത്. പൂർവ്വ വിദ്യാർത്ഥികൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുറ്റത്ത് വീണ്ടും എത്തി. ഒരു വട്ടം കൂടി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടന്ന 10ാം വാർഷിക സംഗമം ശ്രദ്ധേയമായി. വീടിന്റെ മേൽക്കൂര തകർന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് വയോധിക. പതിയടുക്ക പഞ്ചായത്തിലെ കരിമ്പിലയിലാണ് സംഭവം.
പരിവാർ വണ്ടർ സംഘം കാസർഗോഡ് സോണിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആട്ടിക്കൂട്ട പരിപാടി ശ്രദ്ധേയമായി. നിരവധി പേർ പങ്കെടുത്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാണിയാട്ട് വില്ലേജ് സമ്മേളനം നടന്നു. സംസ്ഥാന സമിതി അംഗം AP ഉഷ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.